أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط മുസ്തഖീം. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭ സാഹചര്യങ്ങളിലും സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറായിലെ 78, 79 എന്നീ 2 ആയത്തുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചു വന്നത് ഇപ്പോ മുസ്ലിം ലോകം ഓർത്തുകൊണ്ടിരിക്കുന്ന മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ്. ഇബ്രാഹിം നബി ജനിച്ച സാഹചര്യവും ചുറ്റുപാടും സാമൂഹിക പശ്ചാത്തലവുമൊക്കെ കഴിഞ്ഞ 1-2 ഖുതുബയിൽ നമ്മൾ സംസാരിച്ചു. നാട്ടുകാരുടെ മതം എന്ന് പറയുന്നത് ശിർക്കാണ്. ആ ശിർക്കിൽ മുച്ചൂടും ആണ്ടിറങ്ങിയ ഒരു ജനതയിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പറഞ്ഞയക്കുന്നതും അവിടെ വളരുന്നതും അവിടെ തന്നെ പ്രവാചകനായി അവർക്കിടയിൽ നിയോഗിതനാകുന്നതുമൊക്കെ. നാട്ടിലെ ആ ഒരു സാഹചര്യങ്ങളിലൊന്നും ഇടപഴകാതെ, അല്ലെങ്കിൽ അത്തരമൊരു വിശ്വാസ ജീർണത തൻ്റെ ജീവിതത്തിലേക്ക് എത്താതെ പ്രവാചകൻ എന്നുള്ള നിലക്ക് അള്ളാഹു തന്നെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിൽ ഇബ്രാഹിം നബിയെ വളർത്തിക്കൊണ്ടുവരികയും ആ ജനതയിലേക്ക് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആദർശം അഥവാ തൗഹീദിൻ്റെ പ്രകാശ കിരണങ്ങളുമായി ഇബ്രാഹിം നബിയെ അള്ളാഹു നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സൂര്യ ചന്ദ്ര നക്ഷത്രാദി പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മുഴുവനും ആരാധിക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹം. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ സൂര്യനും ചന്ദ്രനും അടക്കമുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആരാധിക്കുന്ന ആ ജനതയോട് വളരെ യുക്തിസഹജമായ രീതിയിൽ അവരുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം അവരോട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. വൈകുന്നേരമായാൽ ചന്ദ്രനെയും നേരം വെളുത്താൽ സൂര്യനെയും ആരാധിക്കുന്ന ആ ജനത, അവരോട് ഇബ്രാഹിം നബി പറഞ്ഞ ഏതാനും കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, ആ ജനതയുടെ ഒരു സ്വഭാവം എന്താണ് എന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് അധികം വിശദീകരണങ്ങളില്ലാതെ ലഭിക്കുന്നതാണ്. ഖുർആൻ പറയാണ്, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബൻ, നേരം വൈകുന്നേരം ഇരുട്ടിയപ്പോ ഇബ്രാഹിം നബി ഒരു കൗക്കബിനെ കാണുകയാണ്. കൗക്കബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ കണ്ടപ്പോ ഇബ്രാഹിം നബി അവരോട് പറഞ്ഞു, ഖാല ഹാദാ റബ്ബി, ഇതാകുന്നു എൻ്റെ റബ്ബ്. അഥവാ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന, ചന്ദ്രനെ ആരാധിക്കുന്ന, സൂര്യനെ ആരാധിക്കുന്ന കൗമിന്റെ ഇടയിലേക്ക് ചെന്നിട്ട് ഇബ്രാഹിം നബി അവരുടെ ചിന്തകളെ
തട്ടി ഉണർത്തിക്കൊണ്ട് പറയാണ്, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി, ഇതാകുന്നു, ഈ കാണുന്ന ആ വലിയ നക്ഷത്രമാണ് എൻ്റെ റബ്ബ് എന്ന്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ ആശ്വാസം ഉണ്ടാവും. ഇല്ലല്ല, മെല്ലെ മെല്ലെ ഇബ്രാഹിം നമ്മളുടെ ആദർശത്തിലേക്ക്, നമ്മുടെ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഇബ്രാഹിം നബി ആ നക്ഷത്രത്തെ കണ്ടവർ അതിന്റെ റബ്ബാണെന്ന് പറയാ. നമ്മളിപ്പോ തന്നെയല്ലേ പറയണത്, നമ്മൾ ആരാധിക്കുന്നത് അതിനെ തന്നെ അല്ലേ എന്നവര് പറഞ്ഞു. അങ്ങനെ ഖുർആൻ പഠിപ്പിക്കാണ് ഫലമ്മ അഫല, അത് മാഞ്ഞു പോയപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല ഉഹിബ്ബുൽ ആഫിലീൻ, ഈ മറഞ്ഞു പോകുന്നവയെ, മാഞ്ഞു പോകുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അങ്ങനെ മാഞ്ഞു പോകുന്ന ഒരുത്തനെ ആരാധ്യനായി സ്വീകരിച്ചാൽ ആ മാഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ലോകത്ത് പല കാര്യങ്ങളും നടക്കേണ്ടതുണ്ട്. അത് കാണാനും മനസ്സിലാക്കാനും ആ നക്ഷത്രത്തിന് കഴിയില്ല. അപ്പൊ മാഞ്ഞു പോകുന്നവനല്ല എൻ്റെ റബ്ബ്. അതങ്ങനെ മാഞ്ഞു പോയി. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴാണ് ഫലമ്മാ റഅൽ ഖമറ ബാസിയൻ, നല്ല നിലാവുള്ള ചന്ദ്രൻ ഉദിച്ചുയർന്നത്. അത് കണ്ടപ്പോ ഇബ്രാഹിം പറഞ്ഞു, ഖാല ഹാദാ റബ്ബി, ഇതായിക്കോട്ടെ എൻ്റെ റബ്ബ്. നേരത്തെ കണ്ട നക്ഷത്രത്തെക്കാൾ കുറച്ചൊക്കെ വ്യാസമുണ്ട്, വലിപ്പമുണ്ട്, കുറച്ചൊക്കെ പ്രകാശം നൽകാനും കഴിയുന്നതാണ്. അതുകൊണ്ട് ആ പ്രകാശം നൽകാൻ കഴിയുന്ന ചന്ദ്രനായിക്കോട്ടെ എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അതിനും ഒരു നിശ്ചിതമായ സമയമുണ്ടല്ലോ. ആ സമയം കഴിഞ്ഞപ്പോ ഫലമ്മ അഫല, അതും കാഴ്ചയിൽ നിന്ന് മറഞ്ഞു പോയി. എന്നിട്ട് ചോദിച്ചു, ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂന മിനൽ ഖൗമി ളാലീൻ, ഇതൊന്നും എനിക്ക് ഹിദായത്ത് നൽകാൻ, എനിക്ക് മാർഗദർശനം നൽകാൻ പറ്റിയതല്ല എൻ്റെ റബ്ബിനേക്കാൾ. ലഅകൂനന്ന മിനൽ ഖൗമി ളാലീൻ, അതുകൊണ്ട് വഴിപിഴച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്നാണ്. അപ്പൊ ഈ ചന്ദ്രനെയും അതേ പ്രകാരം നക്ഷത്രങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ആ ജനതയോട് വളരെ നല്ല രീതിയിൽ ബുദ്ധിപരമായിക്കൊണ്ട് ഇബ്രാഹിം നബി പ്രബോധനം നടത്തുകയാണ്. അതും കഴിഞ്ഞ് ഫലമ്മാ റഅ ശംസു, നേരം വെളുത്തപ്പോ സൂര്യൻ ഉദിച്ചപ്പോ, ആ സൂര്യൻ ഉദിച്ചു വരുമ്പോ ആ സൂര്യനെ നോക്കി ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ റബ്ബ്. ഇന്നലെ കണ്ട നക്ഷത്രത്തിനും ചന്ദ്രനും ഒക്കെ ചില പരിമിതികളുണ്ട്. അതൊക്കെ അല്പം കഴിഞ്ഞപ്പോ മാഞ്ഞു പോയതാണ്. എന്നാൽ ലോകത്തിന് മുഴുവനും പ്രകാശം പരത്തിക്കൊണ്ടുവരുന്ന ഈ സൂര്യനാവട്ടെ എൻ്റെ റബ്ബ്. ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇത് കുറച്ചൊക്കെ വലിപ്പമുണ്ട്. അങ്ങനെ വൈകുന്നേരമായപ്പോ സൂര്യനും അസ്തമിച്ചു. ഫലമ്മ അഫലത്ത്, അത് അസ്തമിച്ചപ്പോ ഇബ്രാഹിം പറഞ്ഞു, ഖാല യാ ഖൗം, ഓന്റെ കൗമേ, അല്ലയോ ജനങ്ങളെ, ഇന്നീ ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ഈ സൂര്യനെ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നത്, പങ്കു ചേർക്കുന്നത്. ആ പങ്കു ചേർക്കുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ്. അഥവാ മാഞ്ഞു പോകുന്നവനും മറഞ്ഞു പോകുന്നവനും അസ്തമിക്കുന്നവനും ഒന്നും ആരാധ്യനായി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഇബ്രാഹിം നബി അവരുടെ ചിന്തകളെ ഉണർത്തിക്കൊണ്ട് പ്രബോധനം ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ വിശദമായിക്കൊണ്ട് ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ്. അഥവാ എന്റെ റബ്ബ് മായുന്നവനല്ല, മറയുന്നവനല്ല. ശംസും കമറും നുജൂമും മണ്ണും മണ്ണാങ്കട്ടയുമല്ല, കല്ലും കരടും അതേ പ്രകാരം ഖബറും കാഞ്ഞിര കുറ്റിയും മുള്ളും മുരടും മൂർഖൻ പാമ്പുമല്ല എന്റെ റബ്ബ്. ആ വസ്തുക്കളെയൊന്നും റബ്ബായി സ്വീകരിക്കാൻ കഴിയില്ല. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ജീവിതം സുഖപ്രദമാക്കാൻ നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ ലൈറ്റും ഫാനും AC-യും ഫ്രിഡ്ജും അതേ പ്രകാരം വാഷിംഗ് മെഷീനും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ച ചില സംവിധാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അവയെയല്ല നമ്മളാരും ആരാധിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ
അള്ളാഹു ഇബ്രാഹിം നബി നടത്തിയ പ്രബോധനത്തെ കുറിച്ച് മുസ്ലിമീങ്ങളായ ആ ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരായ മുസ്ലിം ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ രാവാകട്ടെ പകലാകട്ടെ അതൊക്കെ അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളാണ്, ആയത്തുകളാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ, സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. സൂര്യ ദേവതയെ ആരാധിക്കുന്ന, ചന്ദ്രനെ പ്രാർത്ഥിക്കുന്ന ആ ആളുകളോട് പറഞ്ഞു ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽഖമർ. അത് അവരോട് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരോടായിട്ട് അല്ലാഹ് പറയുന്നു. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അള്ളാഹുവിന്റെ ചില ആയത്തുകളാണ്. വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലാണ്. അല്ലദീ ഖലഖഹുന്ന, ആ പറയപ്പെട്ട മുഴുവൻ വസ്തുക്കളെയും പടച്ച ഒരു പടച്ചവനിലേക്ക്, സൃഷ്ടാവിലേക്ക് നിങ്ങൾ സുജൂദുകളെ, നിങ്ങളുടെ പ്രാർത്ഥനകളെ, ആരാധനകളെ നിങ്ങൾ തിരിച്ചുവിടണം. ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ, ഇബാദത്ത് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ പറയപ്പെട്ട വസ്തുക്കളെ മുഴുവനും, അണ്ടകടാഹങ്ങളെ മുഴുവനും പടച്ച ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ കാലത്ത് ഇറാഖില് ഞാൻ പറഞ്ഞതുപോലെ ഈ വസ്തുക്കളൊക്കെ ആരാധിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അതിനൊന്നല്ല ആരാധിക്കേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലാണ്, ഏകനായ സൃഷ്ടാവിന്റെ മുമ്പിലാണ്. അന്നത്തെ കാലത്ത് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതേ പ്രകാരം നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ, എല്ലാ വസ്തുക്കളെയും ദൈവങ്ങളായി സ്വീകരിക്കുന്ന. ചില സമുദായങ്ങൾക്കിടയിൽ എലി ആരാധ്യ വസ്തുവാണ്, വേറെ ചില ആളുകൾക്ക് പാമ്പ് ആരാധ്യ വസ്തുക്കളാണ്. നമുക്കറിയാമല്ലോ, ചില ആരാധനാലയങ്ങളുടെ മുമ്പിലൊക്കെ കാണാം ഒരു പാമ്പിന്റെ രൂപം, അതാണ് നാഗദേവത. അതേ പ്രകാരം തന്നെ മറ്റു പല വസ്തുക്കളെയും ആരാധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. മരിച്ചുപോയ ഔലിയാക്കൾ എന്ന പേരിൽ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഏറുവാടിയിലും നാഗൂരും, അതേ പ്രകാരം അജ്മീർ ആണ്ടവരും, മമ്പുറം തങ്ങളും മുനമ്പത്തെ ബീവിയും മടവൂരിലെ CM-ഉമല്ല യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ, മറിച്ച് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെയാണ്, അവനാണ് ഈ പറയപ്പെട്ട മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത്, അവയെ പരിപാലിക്കുന്നവൻ അവനാണ്. അവനെയാകുന്നു നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ഇബ്രാഹിം നബി അവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അന്നത്തെ ആളുകളുടെ സാഹചര്യം വെച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുമ്പോ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് വരിക. ഇന്നിപ്പോ അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വസ്തുക്കളെയും ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആളുകളാണ്. അവിടെ പിന്നീട് ഓട്ടോമാറ്റിക് ആയിട്ട് ജാറം പൊന്തുകയാണ്, അനാവശ്യമായി നീളം കൂടുകയാണ്. അതേ പ്രകാരം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ കുറുന്തോട്ടിന്റെ മാതിരി പിന്നെ അതിങ്ങനെ ഔഷധ മൂല്യം, വീര്യം കൂടി വരലാണ്. മരിക്കണത് വരെ യാതൊരു പ്രത്യേകതയുമില്ലാത്ത ആളുകളെ കുറിച്ച് പിന്നീട് ഇങ്ങനെ കേൾക്കാൻ നമുക്ക് അദ്ദേഹം അങ്ങനെയായിരുന്നു. വയനാട്ടിൽ നിങ്ങളുടെ പോരുന്ന സന്ദർഭത്തില് വാഹനം ബ്രേക്ക് പൊട്ടിയപ്പോ CMA നിങ്ങളുടെ വിളിച്ചപ്പോ ആ വാഹനം സഡൻ ബ്രേക്കായിട്ട് അവിടെ നിന്നു എന്ന് കാണാൻ സാധിക്കുന്നു. ആളുകളുടെ പ്രസംഗമാണ്. കിഡ്നി പേഷ്യന്റിന് ഡയാലിസിന് വേണ്ടി കൊണ്ടപ്പോ ഇഞ്ഞങ്ങോട്ട് കൊണ്ടോണ്ട, ഒരു ഡയാലിസിസ് ഓന് വേണ്ട എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയുള്ള, ഞാൻ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം, ഇങ്ങനെയുള്ള ഒരുപാട് കറാമത്തുകളും അതേ പ്രകാരമുള്ള ഈ കുറുന്തോട്ടിയുടെ മാതിരി, അത് ഉണങ്ങിയാല് അതിന് ഔഷധ വീര്യം കൂടുന്ന മാതിരി നമ്മുടെ നാട്ടിലൊക്കെ ചില ഔലിയാക്കന്മാർക്ക് മരിച്ചാലാണ് വീര്യം കൂടല്. ഇതുപോലെയുള്ള സംഗതികളെ മുഴുവനും കൊണ്ടുവന്ന് ഏകനായ സൃഷ്ടാവിലേക്ക് തിരിക്കേണ്ട ആരാധനകളെ, പ്രാർത്ഥനകളെ മുഴുവനും ഇത്തരത്തിലുള്ള സൃഷ്ടികളിലേക്ക് തിരിച്ചുവിടുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ പറയപ്പെടുന്ന ആളുകളും നമസ്കാരത്തിന്റെ വേളകളിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഞാൻ പറഞ്ഞ ഈ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ആ ഇബ്രാഹിം നബിയെ കുറിച്ച
വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. സ്വന്തം ബാപ്പനോട് പറഞ്ഞില്ലേ, വിഗ്രഹാരാധകനായ അത് നിർമ്മാതാവായ സ്വന്തം പിതാവിനോട് പറഞ്ഞു, എന്ത്? അപ്പൊ എന്റെ പിതാവ് യാബത്തി, എന്തോ ഒരു നല്ല വിളിയാണ്. നിങ്ങൾ മകൻ വാപ്പയെ വിളിക്കാണ്, വാപ്പാന്റെ പൊന്നുപ്പ, അതാണ് അർത്ഥം. യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ കുഞ്ഞുമോനെ, പൊന്നുമോനെ എന്ത് വിളിക്കുന്നത് പോലെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ എല്ലാ സംജ്ഞകളും നൽകിക്കൊണ്ട് വിളിക്കാണ്. യാ അബത്തിന്റെ പൊന്നുപ്പ, നിങ്ങൾ എന്തിനാണ് ജാതി പണി ചെയ്യണത്? ലിമതാഅ്ബുദു, നിങ്ങൾ എന്തിനാ ആരാധിക്കുന്നത്? കാണാനും കേൾക്കാനും കഴിയാത്ത ഈ ഒരു വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ എന്തിനാ ഇബാദത്ത് എടുക്കുന്നത്? ഇല്ലേ? ഇബ്രാഹിം നബിക്ക് എന്തേ കിട്ടിയത്? പൂമാല കിട്ടിയോ? പൂമാല കിട്ടിയോ? ഇല്ല. സ്വന്തം വാപ്പ ആ വീട്ടിൽ നിന്ന് എറിഞ്ഞാട്ടിയോടിക്കുന്ന രംഗം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയോട് വാപ്പ പറയാ, ഇബ്രാഹിം, ഇബ്രാഹിമേ, നീ എന്റെ ഇലാഹുകളെ കണ്ടങ്ങളെ. അവിടെ ഉപയോഗിച്ച വാക്കുണ്ടോ? അവിടെ ഉപയോഗിച്ച വാക്ക് റബ്ബ് എന്നല്ല. എന്നാലിഹത്തി, എന്റെ ആരാധ്യ വസ്തുക്കളെ, ഞാൻ ആരാധിക്കുന്നവയാണ് ഇവയൊക്കെ. ആ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാനാണ് നിന്റെ പാപമെങ്കിൽ, കുറ്റം പറയാനാണ്, അവയെ തള്ളിപ്പറയാനാണ് നിന്റെ പാപമെങ്കിൽ നീ എന്ത് ചെയ്യണം? ലൈലം അർജുമന്നക വഹിജുർനി മലിയ, അന്ന് ഞാൻ ഇവിടുന്ന് കല്ലെറിഞ്ഞാട്ടും, അല്ലെങ്കിൽ എന്നെ വിട്ട് പോയിക്കോ. സ്വന്തം വാപ്പയാണ്. ഇബ്രാഹിം നബി വീട്ടിൽ നിന്ന് വാപ്പയോട് സലാം പറഞ്ഞിറങ്ങി. കാരണം നിക്കപ്പുറതിയില്ല വീട്ടില്. എന്തേ കാരണം? ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വിഗ്രഹങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാ കാരണം. അല്ലാതെ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കിയിട്ടില്ല, കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. ഇബ്രാഹിം നബിയോട് പറഞ്ഞു. എന്ത്? ഇബ്രാഹിം നബിക്ക് അള്ളാഹ് പറഞ്ഞു, ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞു കൊടുത്തുണ്ട്. വാപ്പക്കിന് പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിൽക്കാൻ സഹിക്കാൻ കഴിയാതെ വാപ്പനോട് സലാം പറഞ്ഞിറങ്ങുക. ആ പോരുന്ന സന്ദർഭത്തില് ഇബ്രാഹിം നബി പറഞ്ഞു, വാപ്പങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടോ? പ്രാർത്ഥിക്കാം. ലാസ്താഗ്ഫിറന്ന, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞതെന്താ നിങ്ങളെ? എല്ലാ ദൈവത്തിന്റെ മാർഗത്തിലും മറ്റെല്ലാ രംഗത്തും ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃക ഉണ്ട്, ഉസ്വത്തുൻ ഹസനത്തുണ്ട്. ഇല്ല ഖൗല ഇബ്രാഹിമ, ഇബ്രാഹിമിന്റെ ഒരു വാക്കിലൊഴികെ. അതേതാ വാക്ക് അറിയോ? വാപ്പ അങ്ങക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടോ എന്ന് പറഞ്ഞ ആ വാക്കിലൊഴികെ നിങ്ങൾക്ക് മാതൃക ഉണ്ട്. എന്തേ ആ വാക്ക് ഒഴിവാക്കാൻ കാരണം എന്നറിയോ സഹോദരങ്ങളെ? അല്ലാഹുവല്ലാത്ത ഏതൊരു പടപ്പിലേക്ക് നമ്മൾ അഭയം തേടിയാലും, അത് അള്ളാഹുവിന്റെ സൃഷ്ടികളാവട്ടെ, ഇനി മറ്റുള്ള അചേതന വസ്തുക്കളാവട്ടെ, ഏത് വസ്തുക്കളോടായാലും പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു ഇബാദത്ത്, അദ്ദുആഉ ഹുവൽ ഇബാദ, അതെങ്ങാനും മറ്റൊരു സൃഷ്ടിയിലേക്ക് നമ്മൾ തിരിച്ചുവിട്ടാൽ, അത് മലക്കാകട്ടെ, ജിന്നാകട്ടെ, മനുഷ്യനാകട്ടെ, കല്ലാകട്ടെ, അല്ലാതെ കല്ലായത് കൊണ്ടല്ല ഇബാദത്താവുന്നത്. ഏത് വസ്തുക്കളായാലും ശരി, പ്രാർത്ഥന തിരിച്ചുവിട്ടാൽ അത് ശിർക്കാണ്. ആ ശിർക്ക് ചെയ്തൊരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവകാശം ലോകത്തൊരു വിശ്വാസിക്കില്ല. ഇതെന്തിനാ പിന്നെ ഇബ്രാഹിം നബി കൊടുത്ത്? ഇബ്രാഹിം നബി വാപ്പനോട് ഒരു കാര്യം പറഞ്ഞു, ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് പുറത്തു കൊടുത്തോ? ഇല്ലാന്നാ കാണാൻ സാധിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ വാപ്പയെ പിടിച്ച് നരകത്തിലേക്കുള്ള രംഗം അള്ളാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് നമുക്ക് കാണാം. ഇബ്രാഹിം നബിയുടെ വാപ്പ നാളെ പരലോകത്ത് രണ്ടുപേരെയും ഹാജരാക്കുന്ന രംഗുണ്ട്. ഒരു മൃഗത്തിന്റെ രൂപത്തിൽ ഇബ്രാഹിം നബിയുടെ വാപ്പ ഇബ്രാഹിം നബിയുടെ കാലിന്റെ കീഴിൽ വരുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹ് പറയും, ഇബ്രാഹിമെ ഒന്ന് നോക്കിയാൽ കാലിലോട്ടേക്ക്. അപ്പോ ഇബ്രാഹിം നബിയുടെ വാപ്പയെയാണ് അദ്ദേഹം കാണുന്നത്. ആ സമയത്ത് പറയുന്നുണ്ട് ഇബ്രാഹിം നബി, പടച്ചോനെ എന്തൊരു മാനം കെടുത്തലാണ് ഇതിന്റെ മാനം കെടുത്തത്. ലോകത്തിന് മുഴുവനും മാതൃകയായി ഇബ്രാഹിം നബിയുടെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങളെ കൊണ്ട് പറയിപ്പിച്ച ഒരു നാമം ഇബ്രാഹിമാണ്. ആ ഇബ്രാഹിമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് ആ ഇബ്രാഹിം നബിയെ നാളെ പരലോകത്ത് കൊണ്ടുവരുമ്പോ
അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചോട്ടിൽ ഒരു മൃഗത്തിന്റെ രൂപത്തില് ചളി പുരണ്ടി ആകപ്പാടെ 4 കാല് നടക്കുന്ന ഒരു മൃഗത്തിന്റെ രൂപത്തിൽ ഇബ്രാഹിം നബിന്റെ വാപ്പ അവിടെ വെച്ച് ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി എന്തറിയോ? യാ റബ്ബി ഇന്നക വഅതനി അല്ലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. പടച്ചോനെ, ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നതല്ലേ, നാളെ പരലോകത്ത് നീ എന്നെ അപമാനിക്കരുത് റബ്ബേ. ഫഅയ്യു ഖിസിൻ അഹ്സാ മിൻ അബിൽ അബ്അദ്. എന്നെയും എന്റെ വാപ്പയെയും അകറ്റുന്നതിൽ പകരം വേറെ എന്ത് മാനക്കേടാണ് നമുക്ക് വരാനുള്ളത്? നമുക്ക് ഇപ്പൊ നമ്മളെ മക്കളെന്തെങ്കിലും പറയിപ്പിച്ചാൽ അത് വലിയൊരു മാനക്കേടാണ് കേട്ടോ, സംശയമൊന്നുമില്ല. മക്കൾ ശ്രദ്ധിക്കുക, വാപ്പാരെ പറയിപ്പിക്കാതിരിക്കുക, കുടുംബത്തെ പറയിപ്പിക്കാതിരിക്കുക, തറവാടിനെ പൊളിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. ഇബ്രാഹിം പറഞ്ഞ പരലോകത്ത് ഈ രൂപത്തില് നിന്റെ വാപ്പാൻ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു അവസ്ഥയിലും വലിയൊരു മാനക്കേട് പടച്ചോനെ എനിക്ക് എന്താ ഉള്ളത്? ആ സമയത്താണ് അള്ളാഹു പറയുന്നത്, യാ ഇബ്രാഹിം ഇബ്രാഹിം എന്റെ കാല് ചോട്ടിൽ എന്താ നോക്കിയ അവര് മണ്ണിൽ കുഴഞ്ഞൊരു മൃഗത്തിന്റെ രൂപത്തിൽ ഇബ്രാഹിം നബിയുടെ വാപ്പനെ കാണുകയാണ്. അങ്ങനെ ആ സമയത്ത് 2 കാലും കയ്യും പിടിച്ചിട്ട് ഒറ്റയൊരു നരകത്തെ കണ്ടു വരുന്ന ഇബ്രാഹിം നബിനെ കാണേ. ഒരു ലോകത്തിന് മുഴുവൻ ഖലീലുള്ള എന്ന് പഠിപ്പിച്ച ഇബ്രാഹിം നബിക്ക് സ്വന്തം വാപ്പാനെ നരകത്തുനിന്ന് കാക്കാൻ പറ്റിയില്ല. എന്താ അവിടെ സംഭവിച്ചു? എന്താ സംഭവിച്ചത്? അള്ളാഹു വിലക്കിയ ശിർക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു പോയതാ. ഇബ്രാഹിം നബി കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. വാപ്പാട് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വാപ്പ ഉണ്ടായിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ഇത് നമുക്ക് വലിയ പാഠമുണ്ട്. ശിർക്കെങ്കാലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയാൽ അത് അള്ളാഹു പൊറുക്കൂല, അല്ലേ? പൊറുക്കൂല. വേറുള്ളതൊക്കെ ആണെങ്കിൽ ഇപ്പൊ അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് പുറത്തു കൊടുത്തേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശിർക്കിന്റെ ഗൗരവം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. ആ ശിർക്ക് ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ്. ഖുർആൻ പറഞ്ഞില്ല, ഖൗല ഇബ്രാഹിം ലി അബീഹി ലഅസ്തഗ്ഫിറന്ന ലക വമാ അംലികു ലക മിനല്ലാഹി മിൻ ഷൈഇൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ അള്ളാന്റെ അടുത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയൂല നാളെ പരലോകത്ത്. അതുകൊണ്ട് പാപങ്ങളൊന്ന് മാറിക്കോളി, ഒന്ന് മാറി ചിന്തിക്കും. അള്ളാഹു നിങ്ങൾക്ക് ഒരു ലക്കോട്ടൊട്ടിക്കാനുള്ള മറ്റെങ്കിലും തലച്ചോറി തന്നിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചോളിട്ടോ എന്ന് ഇബ്രാഹിം നബി വാപ്പനോട് പറയാം. പക്ഷെ വാപ്പാക്ക് മാറാൻ പറ്റിയില്ല. കാരണം അങ്ങനെയാണല്ലോ, ആളുകള് മാറാൻ വിചാരിച്ചാലും നാട്ടുകാർ സമ്മതിക്കൂല ചിലപ്പോ. അല്ല, ഇപ്പൊ എന്റെ വാപ്പാനെയും മാനൊക്കെ നരകത്തേക്കാക്കിയാണ്ട് പറ്റി സ്വർഗത്തേക്ക് പോകാനാ തീരുമാനം. അപ്പൊ നമ്മൾക്ക് തോന്നും ശരിയാണല്ലേ, എന്റെ വാപ്പിയമ്മീ നരകത്തിലാണെങ്കിൽ ഞാൻ നരകത്തേക്കാണ് പോയിക്കോട്ടെ. അപ്പൊ നമ്മൾ ആ പരമ്പരാഗതമായ ആ ഒരു വിശ്വാസങ്ങളും ആദർശങ്ങളും അതങ്ങനെ കൊണ്ടടക്കുക. ദുനിയാവല്ല കൂട്ടര്, പരലോകമാണ് വലുത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം സഹോദരങ്ങളെ. അപ്പോ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നയം എന്താന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയിലും ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ ആ ബോധ്യപ്പെട്ട കാര്യം അംഗീകരിക്കുക. അല്ലാതെ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ നട്ടലില്ലാത്തൊരു സ്വഭാവം ഉണ്ടാകില്ല. ഇബ്രാഹിം നബി കാണിച്ചത് ആണത്വമുള്ള നട്ടലുള്ള സ്വഭാവമാണ്. അതുകൊണ്ടാ വാപ്പ സ്വീകരിച്ച ആദർശത്തിൽ നിന്ന് മകനങ്ങിട്ട് മാറിയത്. ആ മകന്റെ വിശ്വാസം തെറ്റാണ് എന്നല്ല ഖുർആൻ പഠിപ്പിച്ചത്, ശരിയാണെന്ന് അവിടെ വാപ്പയുടെ ആ തീരുമാനമാണ് തെറ്റായത്. അതിനാണ് തെളിവുകൾ എമ്പാടുമുള്ളത്, അല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഒരിക്കലും എന്താ നിങ്ങള് ഈ ഒരു വിശ്വാസ നിലപാട് എന്ന് പറഞ്ഞാൽ നട്ടെല്ല് നിവർത്തിപ്പിടിക്കേണ്ടിടത്ത് അത് നിവർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. മുട്ട് വിറക്കാതെ ഭയപ്പെടാതെ നിൽക്കാൻ സാധിക്കണം. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പറയാൻ സാധിക്കണം സഹോദരങ്ങളെ. ഒരു അസൽ കാണാൻ സാധിക്കും, ലാ തകൂനു ഇമ്മാത്തുൻ, നിങ്ങളാരും ഇമ്മാത്തീങ്ങളാകാൻ പാടില്ല. എന്താ ഇമ്മാത്ത്? നാടൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അമ്മായികളാകരുത്. അതാ അമ്മായികളാകരുത്. എന്താ അമ്മായിന്റെ സ്വഭാവം? അമ്മായി അങ്ങോട്ട് എത്തിയാൽ എല്ലായിടത്തും പറ്റിയ മാതിരി നിൽക്കാൻ അമ്മായി കഴിയും. അതേമാതിരി ആകാൻ പാടാത്ത കൂനൂൻ, നിങ്ങൾ പറയണം അഹ്സന, ഞാൻ ജനങ്ങളൊക്കെ ചെയ്യുന്ന നന്മയിൽ ഞാനും സഹകരിക്കും.
അവര് ലുൽമ ചെയ്യുകയാണെങ്കിൽ ആ ലുൽമിൽ നിന്ന് ഞാൻ മാറി നിൽക്കും. അവിടെയാണ് നിങ്ങളൊക്കെ ഉപയോഗിക്കുക. എന്നാ കുറച്ച് ഞാനും വരാം. ഞാൻ പെങ്ങളെ കൂട്ടുന്നത് എങ്ങനെ മാറിക്കുക? അങ്ങാടി കൂട്ടുന്ന ഇങ്ങനെ സ്വരം പറയാ. ഒത്തും ചോദിക്കുക ജമാഅത്തിന് പോകുകയല്ലേ? ആ മറ്റൊരു പറയാ ഇതാണ് സംസാരം പൂർത്തിയാക്കിയിട്ട് ഞമ്മക്ക് പോയിട്ട് ജമാഅത്ത് നടത്താം. ഇല്ല, അവിടെ നട്ടലുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങള് ചെങ്ങായിമാർ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, ജമാഅത്തിന് പങ്കെടുക്കലാണ് നട്ടല് കാണിക്കുക എന്ന് പറഞ്ഞാൽ. ഇതാണ് ആ ഹദീസിലുള്ളത്, ആ ഹദീസിലുള്ള അസറിലുള്ളത്. നട്ടലുള്ളവരായി നിങ്ങൾ മാറണം. ജനങ്ങൾ നന്മ ചെയ്യുമ്പോ ആ നന്മ നിങ്ങൾ ചെയ്യുക, തിന്മ ചെയ്യുമ്പോ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക. വലാകിൻ വഖ്തിനു അൻഫുസകും. അല്ലാതെ ളുൽമ ചെയ്യുന്നവരോടൊപ്പം ചേർന്ന് ളുൽമ ചെയ്യാനല്ല. വഖ്തിനു അൻഫുസകും, നിങ്ങൾ നേരെ നിൽക്കണം. നന്മ ചെയ്യുന്നവരോടൊപ്പം നന്മ ചെയ്യുക. അവർ തിന്മ ചെയ്യുമ്പോൾ തിന്മയെന്ന് മാറിക്കുക. ഇതാണ്, ആ നിലപാടാണ് ഇബ്രാഹിം നബി സ്വീകരിച്ചത്. ആ നിലപാടാണ് ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. അത്തരം നിലപാടുകളുള്ളവരായി നമ്മൾ മാറുക. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് ഇബ്രാഹിം നബി ലോകത്തിന് കാണിച്ചു തന്ന മാതൃക, അത് തൗഹീദിന്റെ മാതൃകയാണ്. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രബോധന മാതൃകയാണ്. ശിർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. അതിനെ വളരെയധികം സൂക്ഷിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഫഖാല നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംലി. ഒരു ഉറുമ്പ് എപ്രകാരമാണോ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്, അതുപോലെ ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, അത് കേറിയിട്ട് കടിക്കുമ്പോഴേ നമ്മൾ അതിലൂടെ കേറും, നമ്മൾ അറിയില്ല. ഈ അത്രയും ഗോപ്യമായ രീതിയിൽ ശിർക്ക് ഒരു മനുഷ്യനിലേക്ക്, വിശ്വാസിയിലേക്ക് കയറി വരുന്ന നല്ലോണം നമ്മൾ ഭയപ്പെടുക സഹോദരങ്ങളെ. പരലോകമാണ് വലുത്. അവിടെ ഒരാൾക്കും മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ ഫാത്തിമയോട്, യാ ഫാത്തിമത്തു ബിൻത് കബിദിൻ, അല്ലയോ ഫാത്തിമ, കരളിന്റെ കഷ്ണമായ ഫാത്തിമ, അൻകിരി ബി നഫ്സികി മിനന്നാർ, നിന്റെ ശരീരം നരകത്തിൽ നിന്ന് എന്നെ കാക്കണം ട്ടോ. ഫഇന്നി ലാ അംലികു ശഫഅ ഇല്ലാ അൻ യുഅദന അല്ലാഹു ലി. എനിക്ക് അല്ലാഹു ഒരാളെയും രക്ഷപ്പെടുത്താൻ ഉള്ള കഴിവ് നൽകിയിട്ടില്ല. ഇനി ഒരു ശഫാഅത്ത് പറയണമെങ്കിൽ തന്നെ എന്ത് വേണം? എനിക്ക് അള്ളാന്റെ അനുമതി കിട്ടിയാലേ പറ്റുള്ളൂ. അതും മകൾക്ക് വേണ്ടി പ്രത്യേകമായി പറയാൻ പറ്റൂല. അതുകൊണ്ട് അൻകിരി നഫ്സകി മിനന്നാർ, നരകത്തുനിന്ന് അന്നെ തട്ടിച്ച് കാത്തട്ടോ. നിങ്ങള് ഇബ്രാഹിം നബിന്റെ വാപ്പാനെ കാക്കാൻ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കിന്റെ ഗൗരവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അതുപോലെയുള്ള എന്തെല്ലാം ദുരാചാരങ്ങളുണ്ടോ അവയെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാവുക. ഏത് സമയത്താണോ മരണപ്പെടുക ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന യഥാർത്ഥ മുവഹിദായി ജീവിക്കുക. അങ്ങനെ തന്നെ മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി ഐശ്വര്യപൂർണമായ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി നമുക്ക് വേണ്ടപ്പെട്ട പലരും പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരോടൊപ്പം നമ്മയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാപ്പ, ഉപ്പാപ്പ, കാരണവന്മാർ എല്ലാവർക്കും അള്ളാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുകയും പരലോകത്ത് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നല്ല ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരണപ്പെടാനും ഇബ്രാഹീമിന്റെ മില്ലത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാനും ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോകാൻ നമ്മുടെ തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.